ഇത് നോക്കിയിട്ട് തന്നെ താഴെ കത്തുന്നു. ഉപേക്ഷിച്ച് ബൾബ് താഴെ വെച്ചതാണ്, ഫ്യൂസായതാണ് ബൾബ്. അത് താഴെ വെച്ചതാണ്. അകത്തുനിന്നൊന്നും കത്തുന്നില്ല. എത്രയായിട്ട് ഒരു ചോക്കൊക്കെ ഒരു കറുപ്പ് വന്നിട്ട് ഉപേക്ഷിച്ചതാണ്. എന്നിട്ട് പഴയ ബൾബാണ് വെച്ച് താഴെ വെച്ചതാണ്. എന്താ ഇപ്പം നോക്കുമ്പോൾ അതാണ് തന്നെ കത്തുന്നു. ഇതിങ്ങനെ അതൊരു കണക്ഷൻ ഒന്നുമില്ലല്ലോ. പഴയ സാധനങ്ങളൊക്കെ വെക്കുന്ന കൂട്ടത്തിൽ വെച്ചതാണ്. തൊടാവോ? തൊടട്ടെ ബൾബേ നിന്നെ. ഇതെന്താ നീ ഇങ്ങനെ തന്നെ കത്തുന്നത്? തന്നെ കത്തുന്നതാണ് വെളിച്ചം. ഫ്യൂസായ ബൾബാണ്, ഒഴിവാക്കിയതാണ്. അപ്പോൾ അത് താനെ കത്തുന്നു. ഇത് യാത്രികർക്ക് കൊടുക്കാൻ വേണ്ടി വെച്ച് ഉപേക്ഷിച്ച സാധനമാണ്. ആ കൂട്ടിലിട്ട് വെച്ചതാണ്. അപ്പം അമ്മ വന്ന് പറഞ്ഞതാണ് താഴെ അതൊക്കെ കത്തുന്നു. അപ്പം ഞാൻ എനിക്ക് താഴെ കത്തുകയെന്ന് തോന്നുന്നു. നോക്കുമ്പോൾ മനസ്സിലായത് ഫ്യൂസായിട്ട് ഒഴിവാക്കിയ ട്യൂബ് ലൈറ്റ് താഴെ അതാ തന്നെ കത്തുന്നു. അകത്തുനിന്ന് കത്തുന്നേയില്ല. ചോക്കൊക്കെ ഫുള്ളും കറുപ്പായിരുന്നു. ഫുള്ളും ബ്ലാക്കായിട്ട് ഫുള്ള് ഒരു കറുപ്പ് വരില്ല ചോക്ക്, അങ്ങനെ ഫുള്ളും കറുപ്പായിട്ടായിരുന്നു. കത്തുന്നേയില്ല. അങ്ങനെ അത് ഊരിയിട്ട് പുതിയ ബൾബ് ഫിറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ ഇതിവിടെ വേസ്റ്റുകാർ വരുമ്പോൾ അല്ലെങ്കിൽ ആക്കിക്കാർ വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ വിചാരിച്ച് വെച്ചതാണ്. നോക്കുമ്പോൾ അതാ നല്ല ബൾബ് പോലെ കത്തുന്നില്ല. കറുത്താണ് നല്ലേ കത്തുന്നു. ഉപേക്ഷിച്ച് വെച്ചതാണ്. ഫ്യൂസായ ബൾബാണ്. അത് താഴെ വെച്ചതാണ് കുറച്ച് ദിവസമായി. പക്ഷെ ഇന്നിപ്പോൾ നോക്കുമ്പോൾ ഒന്ന് ലൈറ്റ് കാണുന്നു. ഞാൻ കത്തുന്നു. ഇതെന്തൊരു ബൾബ് അമ്മ കാണിച്ചാൽ താഴെ ഏതാ ബൾബ് കത്തുന്നു വെച്ച് താഴെ ബൾബ് കത്തിയത്. താഴെ ഇങ്ങനെ ബൾബ് കത്തുന്നു വിചാരിച്ച് വന്ന് നോക്കിയതാണ്. നോക്കുമ്പോൾ താഴെ ബൾബ് കത്തുന്നു. ഫ്യൂസായ ബൾബാണ്, ഒഴിവാക്കിയതാണ്. രാത്രിയിലെ സാധനങ്ങളാണ് ഇതൊക്കെ. സ്വിച്ചില്ല, ഇലക്ട്രിസിറ്റി കണക്ഷൻ ഇല്ല, തന്നെ കത്തുന്നു ട്യൂബ് ലൈറ്റ്. വേറെ എവിടെയല്ല, ലീല നിവാസി. അതും മണ്ണിൽ നിലത്ത് ഇൻ്റർലോക്ക് വേസ്റ്റ് ചെപ്പൽ കൂട്ടത്തിൽ.